ക്വിസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നാളെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോകാൻ ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണ്. ഇന്ത്യ. 2024 രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരം നേടിയ കേരളത്തിലെ വില്ലേജുകൾ ഏതൊക്കെയാണ്? 2024 രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരം നേടിയ കേരളത്തിലെ വില്ലേജുകളാണ് കുമരകം, കടലുണ്ടി എന്നിവ. കുമരകം, കടലുണ്ടി. ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. മികച്ച കായിക താരത്തിനുള്ള ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മികച്ച കായിക താരത്തിനുള്ള ഉമ്മൻചാണ്ടി പുരസ്കാരത്തിന് അർഹനായത് PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ്. അടുത്തിടെ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷകൾ ഏതൊക്കെയാണ്? അടുത്തിടെ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷകൾ മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ് എന്നിവയാണ്. ഇപ്പോൾ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷകളുടെ എണ്ണം 11 ആണ്. അടുത്തിടെ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷകൾ ഏതൊക്കെയാണ്? മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ജിനു സക്കറിയ ഉമ്മനാണ്. ജിനു സക്കറിയ ഉമ്മൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ 5 ലക്ഷം കർഷകർക്ക് ഗുണമാകുന്ന സ്മാർട്ട് കൃഷി രീതികളിലൂടെ കാർഷിക നവീകരണത്തിനുള്ള ലോക ബാങ്കിന്റെ അംഗീകാരമുള്ള പദ്ധതി ഏതാണ്? കേരളത്തിലെ 5 ലക്ഷം കർഷകർക്ക് ഗുണമാകുന്ന സ്മാർട്ട് കൃഷി രീതികളിലൂടെ കാർഷിക നവീകരണത്തിനുള്ള ലോക ബാങ്കിന്റെ അംഗീകാരമുള്ള പദ്ധതിയാണ് കേര. പദ്ധതിയുടെ പേര് കേര. ഇന്ത്യയിൽ ഗൂഗിളിന്റെ AI ലാബ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ഗൂഗിളിന്റെ AI ലാബ് നിലവിൽ വരുന്നത് ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം കണ്ണൂരാണ്. കണ്ണൂർ. 2024 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം. 2024 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നാണ്. യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ. ISROയുടെ വീനസ് ഓർബിറ്റർ മിഷനിൽ പങ്കുചേരുന്ന രാജ്യം. ISROയുടെ വീനസ് ഓർബിറ്റർ മിഷനിൽ പങ്കുചേരുന്ന രാജ്യം സ്വീഡൻ. 2025 ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച വിദേശ ഭാഷാ സിനിമയ്ക്കുള്ള മത്സര വിഭാഗത്തിലെ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി നേടിയ ഹിന്ദി ചിത്രം. 2025 ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച വിദേശ ഭാഷാ സിനിമയ്ക്കുള്ള മത്സര വിഭാഗത്തിലെ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി നേടിയ ഹിന്ദി ചിത്രമാണ് ലാപത ലേഡീസ്. ലാപത ലേഡീസ്. സംവിധാനം കിരൺ റാവു. കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ. കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ B വേണുവാണ്. ഡോക്ടർ B വേണു. ഫെഡറൽ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആയിട്ട് നിയമിതനായത്. ഫെഡറൽ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആയിട്ട് നിയമിതനായത് KVS മണിയനാണ്. KVS മണിയൻ. അരുന്ധതി റോയിയുടെ ആദ്യ ഓർമ്മക്കുറിപ്പ്. അരുന്ധതി റോയിയുടെ ആദ്യത്തെ ഓർമ്മക്കുറിപ്പാണ് മദർ മേരി കംസ് ടു മീ എന്നത്. മദർ മേരി കംസ് ടു മീ എന്നത് അരുന്ധതി റോയിയുടെ ആദ്യത്തെ ഓർമ്മക്കുറിപ്പ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ബോംബർ ഡ്രോൺ ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ബോംബർ ഡ്രോൺ ആണ് FWD-200B എന്നത്. FWD-200B.
കോളറ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച വാക്സിൻ. കോളറ പ്രതിരോധിക്കുന്നതിനായിട്ട് ഭാരത് ബയോടെക് വികസിപ്പിച്ച വാക്സിനാണ് ഹിൽകോൾ എന്നത്. ഹിൽകോൾ വികസിപ്പിച്ചത് ഭാരത് ബയോടെക്. എന്തിനെ പ്രതിരോധിക്കുന്നതിനാണ്? കോളറ പ്രതിരോധിക്കുന്നതിനായിട്ട്. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷനായിട്ട് ചുമതലയേൽക്കുന്നത്. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ ആണ്. ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ. ഇന്ത്യൻ വ്യോമസേന ഉപമേധാവിയായിട്ട് നിയമിതനായത്. ഇന്ത്യൻ വ്യോമസേന ഉപമേധാവി SP ധർക്കർ ആണ്. SP ധർക്കർ. 2025 ഓസ്കറിലേക്ക് UK ഔദ്യോഗിക എൻട്രിയെ തിരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി ചിത്രം. 2025 ഓസ്കറിലേക്ക് UK ഔദ്യോഗിക എൻട്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി ചിത്രമാണ് സന്തോഷ്. സംവിധാനം ചെയ്തത് സന്ധ്യ സൂരിയാണ്. സിനിമയുടെ പേര് സന്തോഷ്. സംവിധാനം സന്ധ്യ സൂരി. പ്രണയകാലം എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ്. പ്രണയകാലം എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ് CV ബാലകൃഷ്ണനാണ്. CV ബാലകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യ നമോ ഭാരത് റാപ്പിഡ് ട്രെയിൻ ബന്ധിപ്പിക്കുന്നത് അഹമ്മദാബാദിനെയും ഭുജിനെയുമാണ്. അഹമ്മദാബാദ്, ഭുജ് എന്നീ സ്ഥലങ്ങളെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ നമോ ഭാരത് റാപ്പിഡ് റെയിൽ ബന്ധിപ്പിക്കുന്നത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയാണ്. ലോക്നാഥ് ബെഹ്റ. ഹരിയാന മുഖ്യമന്ത്രി. ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. നയാബ് സിംഗ് സൈനി ഹരിയാന മുഖ്യമന്ത്രി. ലോകത്തിലെ ആദ്യത്തെ മലയാളം സ്പോർട്സ് കോണോഗ്രാഫ് വാച്ച്. ലോകത്തിലെ ആദ്യത്തെ മലയാളം സ്പോർട്സ് കോണോഗ്രാഫ് വാച്ച് ഓളം. ഇന്ത്യയിലെ ഓൺലൈൻ തട്ടിപ്പുകളെ ചെറുക്കുന്നതിന് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് സ്കാം സെ ബച്ചാവോ പ്രചാരണം ആരംഭിച്ചത് മെറ്റയാണ്. മെറ്റ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ ആണ് ഹരിവരാസനം. 2024 നവംബറിൽ അന്തരിച്ച ആദ്യ ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ വ്യക്തി. ആദ്യ ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ വ്യക്തി കിക്കി ഹക്കൻസൺ ആണ്. കിക്കി ഹക്കൻസൺ. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിനും പദ്ധതികളുടെ നിർവഹണത്തിനുമായി കേരള സർക്കാർ നടത്തുന്ന സാമൂഹിക ശാക്തീകരണ സംരംഭം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിനും പദ്ധതികളുടെ നിർവഹണത്തിനുമായി കേരള സർക്കാർ നടത്തുന്ന സാമൂഹിക ശാക്തീകരണ സംരംഭമാണ് ഉന്നതി. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന 2024 വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം നേടിയ മലയാളി. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന 2024 വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം നേടിയ മലയാളിയാണ് PR ശ്രീജേഷ്. PR ശ്രീജേഷ്. കുടുംബങ്ങളുടെ സന്തോഷ സൂചിക ഉയർത്തുന്ന ഹാപ്പി കേരള പദ്ധതിയുടെ ഭാഗമായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് കുടുംബശ്രീയാണ്. കുടുംബശ്രീ. സംസ്ഥാനത്ത് ആദ്യ സീ പ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ചത് എവിടെ നിന്നുമാണ്? കൊച്ചിയാണ്. കൊച്ചി. സംസ്ഥാനത്ത് ആദ്യത്തെ സീ പ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ചത് കൊച്ചി. 2024 പുരുഷ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ജേതാക്കൾ ഇന്ത്യയാണ്. 2024 പുരുഷ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ജേതാക്കൾ ഇന്ത്യ. രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ആവിഷ്കരിച്ച പദ്ധതി. രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് NPS വാത്സല്യ. പദ്ധതിയുടെ പേര് NPS വാത്സല്യ. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിട്ട് നിയമിതനായത്. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിട്ട് നിയമിതനായത് KN ഹരിലാൽ ആണ്. KN ഹരിലാൽ.
ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാക്കാനായിട്ട് ഒരുങ്ങുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ്. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാക്കാനായിട്ട് ഒരുങ്ങുന്നത് ഇരവികുളം ദേശീയോദ്യാനം. സാമൂഹിക നീതി വകുപ്പിന്റെ വയോസേവന പുരസ്കാരങ്ങളിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത്. സാമൂഹിക നീതി വകുപ്പിന്റെ വയോസേവന പുരസ്കാരങ്ങളിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് വിദ്യാധരൻ അതുപോലെ ജി വേണുവാണ്. സംഗീത സംവിധായകൻ വിദ്യാധരൻ, കൂടിയാട്ട കലാകാരൻ ജി വേണു എന്നിവർ. 2024 സെപ്റ്റംബർ 12 അന്തരിച്ച CPIMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. സീതാറാം യെച്ചൂരി. 2024 നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? 2024 നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത് തമിഴ്നാടാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതുക്കിയ പേര്. പോർട്ട് ബ്ലെയറിന്റെ പുതുക്കിയ പേര് ശ്രീ വിജയപുരം എന്നാണ്. ശ്രീ വിജയപുരം. 2024 രസതന്ത്ര നോബൽ പുരസ്കാര ജേതാക്കൾ. 2024 രസതന്ത്ര നോബൽ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ, ഡേവിഡ് ബേക്കർ എന്നിവരാണ് 2024 രസതന്ത്ര നോബൽ പുരസ്കാര ജേതാക്കൾ. 3 പേരാണ്. ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ, ഡേവിഡ് ബേക്കർ. മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്കായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈൻ ടെലിമാനസ് ആണ്. ടെലിമാനസ് നമ്പർ 14416 14416. ടെലിമാനസ്. അടുത്തിടെ പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയോട് ചേർന്ന പ്രദേശത്തു നിന്നും ഗവേഷകർ കണ്ടെത്തിയ അപൂർവ ഇനം സൂചിത്തുമ്പിയാണ് അഗസ്ത്യമല മുളവാലൻ എന്നത്. അഗസ്ത്യമല മുളവാലൻ. ടാറ്റ ട്രസ്റ്റിന്റെ പുതിയ ചെയർമാൻ നോയൽ ടാറ്റയാണ്. നോയൽ ടാറ്റ. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ജോർജ് ഓണക്കൂർ ആണ്. ജോർജ് ഓണക്കൂർ. ഇന്ത്യയുടെ തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയം ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതയായത്. ഇന്ത്യയുടെ തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയം ബ്രാൻഡ് അംബാസിഡർ മനു ഭാക്കർ ആണ്. മനു ഭാക്കർ. FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തുവിട്ട സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ളത് കേരളമാണ്. കേരളം. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ വിജയികളായത്. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ വിജയികളായത് ഏരീസ് കൊല്ലം സെയിലേഴ്സ് ആണ്. ഏരീസ് കൊല്ലം സെയിലേഴ്സ്. 2024 ഒക്ടോബറിൽ മികച്ച പഞ്ചായത്തിനുള്ള ദേശീയ ജല അവാർഡ് ലഭിച്ച പഞ്ചായത്ത്. മികച്ച പഞ്ചായത്തിനുള്ള ദേശീയ ജല അവാർഡ് ലഭിച്ചത് പുല്ലമ്പാറ പഞ്ചായത്തിനാണ്. പുല്ലമ്പാറ. 2024 ഗ്ലോബൽ ചെസ് ലീഗിൽ കിരീടം നേടിയത്. 2024 ഗ്ലോബൽ ചെസ് ലീഗിൽ കിരീടം നേടിയത് ത്രിവേണി കോണ്ടിനെന്റൽ കിങ്സ് ആണ്. ത്രിവേണി കോണ്ടിനെന്റൽ കിങ്സ്. അന്താരാഷ്ട്ര വനിതാ ഫുട്ബോളിൽ 100 മത്സരം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിത. അന്താരാഷ്ട്ര വനിതാ ഫുട്ബോളിൽ 100 മത്സരം പൂർത്തിയാക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആശാലത ദേവി. ആശാലത ദേവി. നഗരത്തിൽ രാത്രിയെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താമസമൊരുക്കുന്ന പദ്ധതി. നഗരത്തിൽ രാത്രി എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താമസമൊരുക്കുന്ന പദ്ധതി എൻ്റെ കൂട്. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിതമായ നാണയ മെഷീൻ ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിതമായ നാണയ മെഷീൻ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കോഴിക്കോടാണ്. കോഴിക്കോട്. സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനം. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ
തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനം സഹജം. ക്യാൻസർ മരുന്നുകളുടെ GST എത്ര ശതമാനമായിട്ടാണ് കുറച്ചത്? ക്യാൻസർ മരുന്നുകളുടെ GST എത്ര ശതമാനമായിട്ടാണ് കുറച്ചത്? 5%. ഇതിനു മുമ്പ് 12% ക്യാൻസർ മരുന്നുകളുടെ GST എത്ര ശതമാനമായിട്ട് കുറച്ചു? 5%. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. ISRO ചെയർമാൻ S. സോമനാഥ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ജംദാർ ആണ്. ജസ്റ്റിസ് നിതിൻ ജംദാർ. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ദേശീയ വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ദേശീയ വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഹീരാലാൽ സമരിയ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ശ്രീ കിഷോർ മക്വാന. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ ആണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി. കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളുവാണ്. 2023 സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം. 2023 സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 202. 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. 2024 MS സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡിന് അർഹനായത് ആനന്ദ് ദർശൻ ശങ്കർ. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത മനു ഭാക്കർ. പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം കാർത്തുമ്പി കുട നിർമ്മാണമാണ്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നതാണ് 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം. ലോക ജൈവ ഇന്ധന ദിനം ഓഗസ്റ്റ് 10. ലോക ജൈവ ഇന്ധന ദിനം ഓഗസ്റ്റ് 10. ലോകത്താദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിൻ MTB വാക്ക്. ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ഡോക്ടർ S. ഫൈസി ആണ്. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? 2023 സരസ്വതി സമ്മാൻ പ്രഭാവർമ്മ. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതാ താരം മിന്നുമണി. കേരളത്തിൽ ആദ്യമായി സ്ട്രാങ് ലൈസൻസ് നേടിയ വനിത. കേരളത്തിൽ ആദ്യമായി സ്ട്രാങ് ലൈസൻസ് നേടിയ വനിത S. സന്ധ്യ. റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും ഗതാഗത നിയമലംഘനം തടയുവാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി സേഫ് കേരള. പദ്ധതിയുടെ പേര് സേഫ് കേരള. രാഷ്ട്രപതിയാകുന്ന എത്രാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു രാഷ്ട്രപതിയാകുന്ന 2ാമത്തെ വനിതയാണ്. പ്രതിഭ പട്ടേലാണ് ആദ്യത്തേത്. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് അല്ലെങ്കിൽ കുരങ്ങു വസൂരി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ്. ആകാശത്തെ ഏറ്റവും തിളക്കമേറിയതും വലിപ്പമുള്ളതുമായ കരീന നെബുല നക്ഷത്രത്തിന്റെ ചിത്രം പകർത്തിയ ടെലസ്കോപ്പ്.
ആകാശത്തെ ഏറ്റവും തിളക്കമേറിയതും വലിപ്പമുള്ളതുമായ കരീന നെബുല നക്ഷത്രത്തിന്റെ ചിത്രം പകർത്തിയ ടെലസ്കോപ്പ് ജെയിംസ് വെബ് ആണ്. ജെയിംസ് വെബ്. 2023 G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ 2023. 2023 ഇന്ത്യ, 2024 ബ്രസീൽ, 2025 ദക്ഷിണാഫ്രിക്കയിലാണ് നടക്കുന്നത്. അടുത്തത് ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം ആദിത്യ L1 ആണ്. ആദിത്യ L1. മുൻ മന്ത്രി കെ ശൈലജ ടീച്ചറുടെ ആത്മകഥ. മുൻ മന്ത്രി കെ ശൈലജ ടീച്ചറുടെ ആത്മകഥയുടെ പേരാണ് മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്നത്. മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമിയാണ്. അഭിലാഷ് ടോമി. കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് താഴെത്തുടുക്കിയാണ്. സൈലന്റ് വാലിയിൽ താഴെത്തുടുക്കി. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ഡിജി കേരളം. ആസ്ട്രാസെനക്ക പിൻവലിച്ച കോവിഡ് വാക്സിൻ ഏതാണ്? കോവിഷീൽഡ്. രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോയുടെ പുതുക്കിയ പേര് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. നമോ ഭാരത് റാപ്പിഡ് റെയിൽ. 2024 പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം ഹർവിന്ദർ സിംഗ് ആണ്. 2024 പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം ഹർവിന്ദർ സിംഗ്. ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്ന ഭാഷകളുടെ എണ്ണം. ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്ന ഭാഷകളുടെ എണ്ണം 11 ആണ്. 2025 കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ വേദി. 2025 COP13 വേദി ബ്രസീൽ. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് പൊൻവാക്ക്. പദ്ധതിയുടെ പേര് പൊൻവാക്ക്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം മാർച്ച് 27. അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you.